ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക മസാലയും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള റാഡിഷ് പറാത്തയുമാണ്. ഇന്നത്തെ ഈ വെണ്ടയ്ക്ക മസാല സ്പെഷ്യൽ ആവുന്നതിൻ്റെ കാരണം നമ്മൾ ഇന്നത്തെ വെണ്ടയ്ക്ക ബേക്ക് ചെയ്യാനാണ് പോകുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ വെണ്ടയ്ക്ക മസാല തയ്യാറാക്കുമ്പോൾ ഒരുപാട് എണ്ണ ഉപയോഗിച്ച് വെണ്ടയ്ക്ക വഴറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് ഒത്തിരി ഓയിലി ആയിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് 1 ടീസ്പൂൺ എണ്ണയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വെണ്ടയ്ക്ക ഇളക്കുക. ഇത് 1/4 കിലോ വെണ്ടയ്ക്കയുണ്ട്. ഇളക്കിയ ശേഷം ഓവനിൽ വെച്ച് 190 ഡിഗ്രിയിൽ 20 മിനിറ്റ് സമയം കൺവെക്ഷൻ മോഡിൽ ബേക്ക് ചെയ്തെടുക്കുക. വെണ്ടയ്ക്ക കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ബേക്ക് ആകുന്ന സമയം കൊണ്ട് നമുക്ക് പറാത്തയുടെ മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പറാത്തയിൽ നമ്മൾ ചേർക്കുന്നത് പ്രധാനമായിട്ട് റാഡിഷാണ്. ആദ്യം തന്നെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. തൊലി കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയ റാഡിഷ് നമുക്ക് ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിനൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളകും ഇഞ്ചിയുമാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. 2 കപ്പ് ഗോതമ്പ് മാവിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന റാഡിഷ്, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്ത് ഇളക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം, വളരെ കുറച്ച് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വരുന്ന പോലെ കുഴച്ചെടുക്കുക. സാവധാനം വെള്ളം ചേർത്ത് കുഴയ്ക്കുക. റാഡിഷിൽ നിന്നും ഉള്ളിയിൽ നിന്നുമൊക്കെ വെള്ളം വിട്ടുവരും. അതുകൊണ്ട് വെള്ളം കുറച്ചായിട്ട് ചേർക്കുക. ഇതുപോലെ മാവ് കുഴച്ച് റെഡിയാക്കി വെക്കുക. ഒരു അരമണിക്കൂർ ഇത് നമുക്ക് മൂടി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക മസാല തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക അവിടെ ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ 1/4 സ്പൂൺ വീതം ജീരകവും കടുകും ഇട്ട് പൊട്ടിച്ച ശേഷം 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുക. അത് ഒരു 20 സെക്കൻഡ് വഴറ്റിയ ശേഷം 1 സവാള അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. വലിയ സവാളയാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2. അതൊന്ന് കളർ മാറി സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് 2 ചെറിയ തക്കാളിയാണ്. അത് ഇതുപോലെ ഒന്ന് ഷേപ്പൊന്നും ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങിട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് ഇതുപോലെ ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ മസാലയിൽ ആവശ്യമുള്ള എരിവ്, ഉപ്പ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ബേക്കായത് പുറത്തേക്ക് എടുക്കാം. ഓരോ മൈക്രോവേവ് ഓവൻ്റെ രീതി അനുസരിച്ചിട്ടും കുറച്ചോ കൂടുതലോ സമയം എടുത്തെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊള്ളുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇതുപോലെ ഒട്ടുന്ന രീതിയിലല്ലാതെ നല്ല രീതിയിൽ കുക്കായി ഒരു 3/4 ഭാഗമെങ്കിലും വെന്ത് കിട്ടണം. ആ രീതിയിലാവുമ്പോഴാണ് അത് റെഡിയായി നമുക്ക് മനസ്സിലാവുന്നത്. ഇത് നമ്മൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും വഴറ്റിയ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കിയ ശേഷം 1/2 കപ്പ് വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചേർന്ന് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർക്കുന്നത്. വെള്ളം ചേർത്ത ശേഷം ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റ് സമയം വേവിക്കാം. വെണ്ടയ്ക്ക മസാല നിങ്ങൾക്ക് കുറച്ച് സെമി ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ചേർത്ത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പറാത്ത ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഓരോ വലിയ നാരങ്ങ വലുപ്പത്തിൽ മാവ് ഉരുട്ടിയെടുക്കുക. അത് ഇതുപോലെ പരത്തി നമുക്ക് തവയിൽ ചുട്ടെടുക്കാം. ഞാൻ ഇരുമ്പ് തവയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് തവ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന തവ യൂസ് ചെയ്യാം. ഓരോ പറാത്തയ്ക്കും 1-2 ടീസ്പൂൺ എണ്ണയെങ്കിലും ഒഴിച്ചു കൊടുത്താൽ അതിന് ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ടേസ്റ്റ്
ഇനിയും കൂട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചുവിട്ട് ഓരോ വശവും 2 മിനിറ്റ് സമയമെങ്കിലും എടുക്കും. നമ്മൾ പരത്തുന്ന കട്ടിക്കനുസരിച്ചിരിക്കും. അകത്തുള്ള ഫില്ലിങ്ങും വെന്ത് കിട്ടും. നമ്മൾ മാവിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസും വെന്ത് കിട്ടാൻ അത്രയും സമയം ആവശ്യമാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ തിരിച്ച് മറിച്ചുവിട്ട് ആവശ്യത്തിന് എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് ചുട്ടെടുക്കുക. അത് നമ്മുടെ റാഡിഷ് പറാത്തയും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് വെണ്ടയ്ക്ക മസാല വയ്ക്കുകയാണ്. അതിനൊപ്പം നമ്മുടെ റാഡിഷ് പറാത്ത, ഇതിനൊപ്പം നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈര് സെർവ് ചെയ്യാം, അച്ചാർ സെർവ് ചെയ്യാം, പിന്നെ ഇതുപോലെ പച്ചയ്ക്ക് അരിഞ്ഞ ഉള്ളി, സവാള അതും സെർവ് ചെയ്യാം. അതും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡിന്നർ ടൈമിൽ ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.